ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇത് മലങ്കര ഡാം എന്ന് പറയും. തൊടുപുഴ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മലങ്കര ഡാം. ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം വന്ന് മൂലമറ്റം പവർ ഹൗസിൽ കറണ്ട് എടുത്തതിന് ശേഷം മിച്ചം വരുന്ന വെള്ളം അല്ല, മുഴുവൻ വെള്ളവും തൊടുപുഴ കൊണ്ടുവന്ന് ഒരു ഡാം കെട്ടി, മലങ്കര ഡാം കെട്ടി ഇറിഗേഷൻ പ്രോജക്റ്റായിട്ട് കനാല് വഴിയൊക്കെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കെട്ടിയ ഒരു ഡാമാണ് ഈ മലങ്കര ഡാം. ആ ഡാമിൽ ഒരു ടൂറിസ്റ്റ് വകുപ്പിൻ്റെ ഇതായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിട്ടിരുന്നപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് നടത്തി. അന്ന് നടത്തിയ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇച്ചിരി ചൂടൊക്കെ ഉണ്ട്. ഒരു വൈകുന്നേരം സമയമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എൻട്രൻസ് ഫീസായിട്ട് 20 രൂപയും കാറ് കയറ്റുന്നതിന്, വണ്ടി നമ്മളകത്ത് കയറ്റുന്നതിന് 10 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. ഒരു ചിൽഡ്രൻസിൻ്റെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ പല പരിപാടികളും ഇവിടെ ഉണ്ട്. അതെല്ലാം നമുക്കൊന്ന് കാണാനും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനുമാണ് വന്നിരിക്കുന്നത്. ഡാമും അതിനോടനുബന്ധിച്ച വീഡിയോകളും ഇടാൻ പറ്റില്ല. അത് നമ്മുടെ സുരക്ഷയെ ബാധിക്കുന്നതുകൊണ്ട് ഡാമിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളും ഒരു കാരണവശാലും നമുക്കത് ഇടാൻ പറ്റത്തില്ല. ശരിക്കും ഇവിടെ ഒരു ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു, ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം നിലവിലത് കാണുന്നില്ല, അത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം കൊണ്ടായിരിക്കാം, ഇപ്പോൾ എന്നാണേലും ഇല്ല. പിന്നെ വെള്ളം ഇപ്പോൾ ഇച്ചിരി കുറവാണ്, അധികം വെള്ളമൊന്നും കാണുന്നില്ല. വെള്ളം ഇച്ചിരി താഴ്ന്നു കിടക്കുന്നു. പക്ഷെ ഭയങ്കര രസമാണ് ഇവിടെ വന്ന് നിന്നാലുള്ള കാഴ്ച. നമ്മുടെ കണ്ണെടുത്ത് മാറ്റാൻ നമുക്ക് തോന്നാത്ത രീതിയിൽ അതിമനോഹരമായ ദൂരക്കാഴ്ച. ദൂരെ നിൽക്കുന്ന മലനിരകളും ആ മേഘവും ആ ആകാശവും ഈ മരങ്ങളും ഈ വെള്ളവും എല്ലാം കൂടെ ചേർന്ന് ഒരു ഭയങ്കര കാഴ്ചയാണ്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന് കുറച്ച് നേരം ചിലവഴിക്കേണ്ടത് അത്യാവശ്യമാണ്. വന്നിട്ടില്ലാത്തവരൊന്ന് വരിക, ഫാമിലിയായിട്ട് വരാം, കുട്ടികളുമായിട്ട് എല്ലാവരുമായിട്ടും വരാം. നമുക്കിവിടെ വന്ന് സംസാരിക്കാം. ഇപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് വന്നിരുന്ന് സംസാരിക്കാനും ഒക്കെ നമുക്കിവിടെ സ്ഥലമുണ്ട്. വൈകുന്നേരം എന്താണേലും ഇവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്നാണേലും ഞങ്ങൾ ഇന്നിപ്പം ഇവിടെ ജസ്റ്റ് കുറച്ച് നേരം ചിലവഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു വീഡിയോസ് നിങ്ങളുടെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു പുതിയ ചാനലാണ്, ടെക് ട്രാവൽ ബൈ സോണി ആൻഡ് ജിൻസി എന്നാണ് ചാനലിൻ്റെ പേര്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ ഞങ്ങൾക്ക് ഉള്ള ചാനലുകൾ 1-2 ചാനലുകൾ വേറെ ഉണ്ട്. അത് ഇലക്ട്രോണിക്സ് ടെക്കിനെ കുറിച്ച് മാത്രമാണ്, ട്രാവലിംഗ് ഒന്നുമില്ല. ഇത് ട്രാവലിംഗ് കൂടെ കൊണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും എല്ലാവരും വിദേശ ടൂറുകൾ പോയും വിദേശമായ കാര്യങ്ങളുമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി ഒന്ന് പകർത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. മലങ്കര ഡാമിൻ്റെ അടുത്തൊരു പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പാർക്കാണ് ഈ കാണുന്നത്. മൊത്തം വെള്ളം ഇങ്ങനെ കയറി കിടക്കുവാണ്. മൊത്തം വെള്ളം കയറി സെറ്റായി കിടക്കുകയാണ്. വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇവിടുന്ന് ബോട്ട് സർവീസൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ബോട്ട് സർവീസും സംഭവമൊന്നും കാണുന്നില്ല. അതാണ് അതിൻ്റെ സംഗതി. അതാണ് ബോട്ട് ജെട്ടി, ആ കാണുന്നതാണ്. ഇപ്പം ബോട്ട് സർവീസൊന്നും കാണുന്നില്ല.
ഇതാണ് മലങ്കര ഡാം. പക്ഷേ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒത്തിരി വണ്ടികളൊക്കെ ഇവിടെ വരുന്നുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 25 രൂപയാണ് ഒരാൾക്ക് പ്രവേശന ഫീസ്. 25 രൂപ മാത്രമേ ഉള്ളൂ, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതായിട്ടുണ്ട്. റിവർ അവർത്തോട്ടമൊക്കെ മാറി മറ്റേ കൈതത്തോട്ടങ്ങളായിട്ടുണ്ട്. കൈത മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇവിടെയല്ല, മരമൊന്നുമില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് സംഗതി മലങ്കര ഡാം. ഇത് വേറെ വിഷയമൊന്നുമില്ല, ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. കാണുന്നുണ്ട്, കുറേ ആൾക്കാരെല്ലാം പിള്ളേരെല്ലാം വന്നിരിപ്പുണ്ട്. എല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഒത്തിരി വണ്ടികളൊക്കെ കിടപ്പുണ്ട്, വേറെ സംഭവമൊന്നുമില്ല. ഇത് ഡാമിൻ്റെ ഒരു സൈഡാണ്. ഇവിടെയെല്ലാം കുറച്ച് ഇതെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ കമ്പിയൊക്കെ ആൾക്കാർ ഇറങ്ങിയിടാം. വെള്ളം ഇവിടെ കയറി നല്ല കൂടുതൽ സമയമുള്ളപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ കിടക്കുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ വെള്ളമൊക്കെ താമാണ് കിടക്കുന്നത്. പിന്നെ ഒരു ബിൽഡിങ് ഇവിടെ കാണുന്നുണ്ട്, കേരള ടൂറിസം ഹബ്ബ് എന്ന് പറഞ്ഞൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മലങ്കര ടൂറിസം ഹബ്ബ് എന്താണ് ഇതിനകത്ത് തന്നെ ഉള്ളതെന്ന് അറിയത്തില്ല. അടുത്ത് പോയാൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പോയി നോക്കാം. അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ഉണ്ട് സമുദായങ്ങൾക്ക് വളരെ സൗകര്യമാണ് വന്നിരിക്കാം. ബന്ധുക്കളാരും വരാതെ നോക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം മലങ്കര ടൂറിസം ഹബ്ബ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു റൗണ്ട് കെട്ടണം കാണാനൊക്കെ ശേഷമുണ്ട്. അതിനകത്ത് ബാത്റൂം ഒന്നും വെച്ചില്ല. ഗവൺമെൻറ് ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് കേരള, മലങ്കര ടൂറിസം ഹബ്ബ് പ്രൊജക്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഓണർ മിനിസ്റ്റർ ഫോർ ടൂറിസം. അമ്യൂണിറ്റി സെൻറ്റർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ശ്രീ കെ കൃഷ്ണൻകുട്ടി, ഹോം മിനിസ്റ്റർ ഓഫ് വാട്ടർ റെസിഡൻസ്. സെവൻസ് പാർക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ശ്രീ എം മണി, മിനിസ്റ്റർ ഫോർ ഇലക്ട്രിസിറ്റി. പ്രസൈഡ് ഓവർ ബൈ പി ജെ ജോസഫ് MLA, ശ്രീ ദേൻ കുര്യാക്കോസ് MD, ചീഫ് ഗസ്റ്റ്. ദ പ്രസൻസ് ഓഫ് ശ്രീമതി റാണി ജോർജ് IAS, സിവിൽ ടൂറിസം. ഡിസൈൻഡ് ആൻഡ് കൺസൾട്ടഡ് ബൈ വൈറ്റ ടെക്നോളജി ഗ്രൂപ്പ്, തൊടുപുഴ. തൊടുപുഴക്കാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, ഈ ബിൽഡിംഗ് ഒരു വെറൈറ്റി ബിൽഡിങ്ങാണ്. എല്ലാം പൂട്ടിക്കിടക്കുവാണ്. ഇവിടെ ഇതിനകത്തൂടെ എന്നാ ഉള്ളത് നോക്കട്ടെ. ഇത് ജസ്റ്റ് ഒരു മൂത്രം ഒഴിക്കാനുള്ളൊരു സംവിധാനമുണ്ട്, ബാത്റൂം ഫെസിലിറ്റി. ബാക്കിയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്, ബോർഡൊക്കെ വെച്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടൂറിസം വാഷ്റൂം. ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ടിലൊരു സംഭവം ചെയ്തതാണ്. അത് ഇങ്ങനെ ഇമ്മ കിടക്കുക, ആരോട് പറയാം. വാഷ്റൂം. പിന്നെ വെള്ളത്തിനൊരു സാധനം ചെയ്തിട്ടുണ്ട്, ഒരു കപ്പൊക്കെ വെച്ചിട്ടുണ്ട്, സന്തോഷം, അത് ഓണായിട്ടുണ്ട്. ലേഡീസ് ടോയ്ലറ്റ്സ്, ജെൻസ് ടോയ്ലറ്റ്. വലിയ കുഴപ്പമില്ല. 3 ഹാൻഡ് വാഷും 3 ടോയ്ലറ്റ്സും അത്യാവശ്യം വൃത്തിയുണ്ട്. സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, നന്നായിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കത്തുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. ഇവിടെയൊക്കെ ഇച്ചിരി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ സ്പീക്കറൊക്കെ വെച്ച്. ഇതാണ് ആ സാധനം. കാണാനൊക്കെ നല്ലതാണ്, നല്ല മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സംഗതി ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി പണിതിട്ടിരിക്കുന്നു. പ്രേമിക്കുന്നവർക്കെല്ലാം അടിപൊളി. അതിങ്ങനെ നടക്കുന്നവർക്കൊക്കെ കൊള്ളാം, അവർക്കേ ഉള്ളൂ. പിന്നെ ഫാമിലിയായിട്ട് കുടുംബമൊക്കെ വരുന്നുണ്ട്.
എന്താ ചെയ്യാം, ഒരു പ്ലാവ് വെച്ചിട്ടുണ്ട്. പിന്നെ തണൽ മരങ്ങളൊക്കെ ഉണ്ട്. ഡാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൂറിസം പരിപാടി ഇത് നമ്മൾ ചെയ്ത് നല്ല അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ആ റോട്ടിലും കേട്ട് നടത്തിയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, ആളിനെ കാണാൻ പോയിട്ടുണ്ട്. ഒരു ക്യാമറയും കൊണ്ട് പോയിട്ടുണ്ട്. എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. പാട്ടുണ്ട് കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. ഇതിലേക്ക് ഒരു സ്പീക്കർ വെച്ച് പാടുന്നുണ്ട്. വീണെ പാടുന്നുണ്ട്. ഞാനോർത്ത് അവിടെ മാത്രമേ വെച്ചിട്ടുള്ളൂ. എല്ലായിടത്തും ഇതിലേക്ക് ഉണ്ട്. വൈകുന്നേരം വന്നാൽ ഇച്ചിരി വൈബ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ട്, ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട്. മരത്തെ കൂടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സന്ധ്യയ്ക്ക് ഭംഗിയാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ഒരു മൂടി പിള്ളേരൊക്കെ കുഞ്ഞാലാടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. വേറെ അതുക്കുള്ള വൈബൊന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ റബ്ബർ മാറി മുഴുവൻ കൈതത്തോട്ടങ്ങളായതിൻ്റെ ഒരു ഭംഗിയുണ്ട്. മൊത്തത്തിൽ കണ്ടില്ലേ, കൈത ആ കാണുന്ന ഒരു കൈതത്തോട്ടമാണ്. വലിയ കൈതത്തോട്ടം. ജലസേചന പദ്ധതിക്ക് വേണ്ടി ഇറിഗേഷൻ കനാലുകൾ വഴി വെള്ളം കൊണ്ടുപോവുക. ഇവിടെ വെള്ളം നിറഞ്ഞു നിർത്തി, അതായത് ചെക്ക് ഡാമിന്റെ വലിയ ചെക്ക് ഡാം. എന്നിട്ട് കൃഷി ആവശ്യത്തിന് ഈ ഏരിയയിൽ എല്ലാവർക്കും വെള്ളം കനാൽ വഴി എത്തിക്കുക. തണലിപ്പോയി ഇല്ല, നമ്മുടെ മുഖത്ത് ലൈറ്റ് അടിച്ചോട്ടെ, കുഴപ്പമില്ല. എല്ലാവരും ഇരിക്കുന്ന കമിതാക്കളാണ്. ഇങ്ങോട്ട് കറങ്ങി ഫോൺ നമ്പർ നേടിയൊരു മറ്റെയാണ്. ഞാൻ സിൻസിയറാന്നൊക്കെ ചിലർ പറയുന്നു. നീ ഇവിടെ CID വർക്കിന് വന്നതാ? CID വർക്കിന് വന്നതാണോ നീ? CID ആണോ? എന്നാ റൊട്ടേറ്റ് ചെയ്ത് കുറേ വശത്ത് ഇവിടെ ഈ ഫോട്ടോടെയൊക്കെയാണ് ഭാവിയിൽ പ്രശ്നമാകുന്നത്. അതുകൊണ്ട് ആ ഡാമും കൂടി കിട്ടാവുന്ന പോലെ എടുത്ത ഇതുകൊണ്ട് ഈ വെള്ളം കിട്ടുന്ന ഈ പുല്ലിൻ്റെ അപ്പുറം കണ്ടോ, അതും ആ കമ്പിലൈനും എല്ലാം കൂടി കിട്ടും. ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ ഇനി സോഞ്ചാൻ ഇതേ ഫോക്കസ് ചെയ്തു, അതേ ഫോക്കസ് ചെയ്ത് പിടിക്കാനാണ്. അത് കൊടയത്തൂർ ഭീമനാണോ? ഇതല്ലേ അതല്ലേ കൊടയത്തൂർ ഭീമൻ?
പാട്ടാണ് വെച്ചിരിക്കുന്നത്. വേർത്തടിക്കുന്നു. വൈകുന്നേരം എന്നാണേലും ഇവിടെ എന്തോ ഒരു വൈബുണ്ട്. കാരണം ലൈറ്റുണ്ട്. ആ ലൈറ്റുണ്ട്, അത്യാവശ്യം ചെറിയ ലൈറ്റ് മ്യൂസിക് ഉണ്ട്. മ്യൂസിക് ഉണ്ട്. ഇരുന്ന് സമയം പോകാനും വിശ്രമിക്കാനും ശുദ്ധവായു കൊള്ളാനും പിള്ളേർക്കൊക്കെ ഒരു ഏരിയ ഇതെല്ലാം ഞാൻ ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. ഒരു 10 ദിവസം വന്നു കഴിയുമ്പോൾ മടുക്കും. മറ്റേ ആ പയ്യൻ ഇവിടുത്തെ ആളാണോ? ആ പയ്യനെ എന്നോട് ചോദിച്ചു ബ്ലോഗറാണോ എന്നൊക്കെ. അവൻ്റെ പേരനാ? ജോബിനല്ലേ എന്നോട് മുമ്പേ ചോദിച്ചേ? ബ്ലോഗ് ചെയ്യുന്ന കുഴപ്പമില്ല. യൂട്യൂബ് ചാനലുണ്ട്. ഞങ്ങൾ ഇലക്ട്രോണിക്സ് യൂട്യൂബ് ചാനലാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. ഞങ്ങളിപ്പോൾ പുതിയതായിട്ടൊരു ട്രാവൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ് കഴിഞ്ഞ 30-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ കുറച്ച് ആദ്യം കേരളമൊക്കെ ഒന്ന് പിടിച്ചിടാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അവൻ്റെ എവിടെയാ വീട് എവിടെയാ? കോളേജ്. ഇവിടെ ഒത്തിരി പേര് വൈകുന്നേരം വരുന്നുണ്ടല്ലേ? നല്ല ഇതാ. സബ്സ്ക്രൈബ് അത് പറഞ്ഞുതരാം. ഈ പുതിയ ചാനലിൻ്റെ പേര് ടെക് ട്രാവൽ സോണി ബൈ സോണി ആൻഡ് ഏജൻസി എന്നാണ് പുതിയ ചാനൽ. അത് സ്റ്റാർട്ട് ചെയ്തോളൂ, 10 ദിവസമായുള്ളൂ. ടെക് ട്രാവൽ. ഞാൻ ഒരു 3 വർഷമായിട്ടും എൻ്റെ ഇലക്ട്രോണിക്സ് ചെയ്യുന്നത്. അത് 3K മേലുള്ള ആളായതാണ്. അത് സർവീസിൻ്റെ പരിപാടിയും അങ്ങനെയുള്ള TECH ടെക് ട്രാവൽ ബൈ സോണി ആൻഡ് ഏജൻസി. സോണി ഏജൻസി. സോണി ക്യാപ്പ് ഏജൻസി. ജിൻസി JINCY. SONY സോണി. JINCY ജിൻസി. INCY. ഒന്നൊരു എസിൻ്റെ പടമായിട്ട് SJ ആയിട്ടിരിക്കുന്നു. ഒന്നും ഇല്ല. കിട്ടിയോ? നമ്മുടെ വീഡിയോസ് അതിനകത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് കയറി സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റേ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നല്ല ചാനലാണ്. സോണി ന്യൂ ടിപ്സ് മലയാളം എന്നാണ് അതിൻ്റെ പേര്. മറ്റേ ഞങ്ങളങ്ങനെ ഡാമിൽ നിന്ന് പുറത്തിറങ്ങി. ഈ ഡാമിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്ത് വന്ന് ഒരു സൺസെറ്റ് ഞങ്ങൾ കാണുകയാണ്. അത് വളരെ മനോഹരമായ സൺസെറ്റാണ്. ഡാം തന്നെയാണ് ഇത്. കുടയത്തൂർ ഭീമൻ എന്ന് പറഞ്ഞ മലയാണ് നമ്മളെ കാണുന്നത്. കുടയത്തൂർ വന്നിരിക്കുകയാണ്. അപ്പം ഈ തൊടുപുഴ റോഡും മറ്റേ ഇപ്പോഴത്തെ അക്കരയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ചെറിയ പാലമാണ്. ആ പാലത്തെ കൂടെ ഒരു വെറൈറ്റി പാലമാണ്. ഒരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് പോകില്ല. അപ്പോൾ അവിടെ ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ചുമല ലൈറ്റ് കത്തി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ അവിടെ പച്ച ലൈറ്റ് കത്തി കഴിയുമ്പോൾ നമുക്കങ്ങ് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചു. അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഈ പാലം വർക്കാവുന്നത്. ദൂരെ കാണുന്നത് ഡാം തന്നെയാണ്. ഡാമിൻ്റെ അകത്ത് ഉള്ള ഒരു സൺസെറ്റാണ് നമ്മളിപ്പോൾ പിടിച്ചത്. ഇവിടെ വന്നാൽ നല്ല ഭംഗിയാണെന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ നമ്മളുടെ ചാനലൊരു പുതിയ ചാനലാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഫൈനൽ ഇതിലേക്ക് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ മെയിനായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിന് വളരെ മനോഹരമായ കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം ഒന്ന് പോയി കണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ പിടിച്ചിടണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. സബ്സ്ക്രൈബേഷൻ കൂടിയാലേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത് മനസ്സിലാക്കി നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വ്യൂവേഴ്സ് കൂടും. അതുപോലെ വീഡിയോ കാണുമ്പോഴാണേലും ഫുള്ളായിട്ടൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ വ്യൂവേഴ്സ് കൂടും. അങ്ങനെയാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു അഭ്യർത്ഥനയായിട്ട് പറയുവാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല. ഞങ്ങൾക്ക് ചില ലാഭങ്ങളുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സഹായത്താലാണ് ഞങ്ങൾ വളരേണ്ടത്. അപ്പോൾ നിങ്ങളതിനായിട്ട് ഒരു സഹായം ചെയ്യുക, ഒരു കൈ സഹായം ചെയ്യുക.
അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് നമ്മളൊരു ബന്ധുവിനെ കാണാനുണ്ട്. ആ ബന്ധുവിൻ്റെ അടുത്ത് ബന്ധു രോഗിയായിട്ട് കിടക്കുവാണ്. കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഡാം എന്താണേലും നിങ്ങൾ സമയമുള്ളപ്പോൾ വന്ന്, മഴയില്ലാത്ത സമയത്ത് എപ്പോഴെങ്കിലും വന്ന് ഒന്ന് കണ്ട് തിരിച്ചു പോവുക. അപ്പം എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. We have